ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ്. ഇനി എത്ര തന്നെ കീറിയ തുണികളാണെങ്കിലും മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തുണികളാണെങ്കിലും അതൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് സൂചി, നൂല്, തയ്യൽ മെഷീൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതുപോലൊരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മതി. ഇനി ജീൻസ് പാൻ്റ് ആണെങ്കിലും ഷർട്ടുകളാണെങ്കിലും സാരി ആണെങ്കിലും ചുരിദാറാണെങ്കിലും കീറിക്കഴിഞ്ഞാലോ തയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്കിനി ഈ ഒരു സാധനം മാത്രം മതി. അതും ഇത്ര വില കുറഞ്ഞ് നമുക്ക് കിട്ടുന്ന ഈ ഒരു സാധനം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കിയാലോ. ഞാനിവിടെ അതിന് വേണ്ടിയിട്ടൊരു സ്വീറ്റ് കോണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സ്വീറ്റ് കോൺ മാത്രമല്ല, സ്വീറ്റ് പൊട്ടറ്റോ ആണെങ്കിലും എഗ്ഗ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും നമ്മൾ സാധാരണഗതിയിൽ അതൊന്ന് ബോയിൽ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഉപയോഗിക്കും, അല്ലെങ്കിൽ അടുപ്പ് ഉപയോഗിക്കും, ഇൻഡക്ഷൻ സ്റ്റവ് ഒക്കെ ഉപയോഗിക്കും. അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. സാധാരണഗതിയിൽ രാവിലെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ബിസി ആയിട്ടായിരിക്കും കുക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് അടുപ്പിലെല്ലാം ഓരോ അടുപ്പിലും ഓരോ വിഷയം നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കും. ഇതുപോലൊരു ഇലക്ട്രിക് കെറ്റിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ബോയിൽ ചെയ്യാനുള്ള മുട്ടയാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ സ്വീറ്റ് കോൺ, സ്വീറ്റ് പൊട്ടേറ്റോ, വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഇതുപോലെ ഒന്നിട്ട് വേഗത്തിൽ ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു ഇലക്ട്രിക് കെറ്റിൽ വെള്ളം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇതുപോലുള്ള ചെറിയ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ജസ്റ്റ് ആ വെള്ളം തിളയ്ക്കുന്ന സമയം മതി, നമുക്കത് ബോയിൽ ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്വീറ്റ് കോൺ ഒന്ന് പുറത്തെടുക്കാം. അത് എത്രത്തോളം കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നെല്ലാം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വേറെ പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇനി അടുപ്പൊക്കെ ബിസി ആവുന്ന സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം എന്നുള്ളതാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇലക്ട്രിക് കെറ്റിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ എൻ്റെ സ്വീറ്റ് കോൺ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് ആരേക്കും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ തംബ്നെയിലിൽ കണ്ടതുപോലെ കീറിയ ഇതുപോലുള്ള തുണികളൊക്കെ എങ്ങനെയാണ് നമ്മുടെ സൂചിയും നൂലും തയ്യൽ മെഷീനും ഒന്നും ഇല്ലാണ്ട് കൊണ്ട് നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ള ഒന്ന് കണ്ടു നോക്കാം. എത്ര കട്ടിയുള്ള തുണിയാണെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സൂചിയും നൂലും ഒന്നും ഇല്ലാണ്ട് കൊണ്ട് ഈ ഒരു കീറിയ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ നടുഭാഗത്തുള്ള ആ ഒരു ത്രെഡ് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മളത് ക്ലിയർ ആയിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജീൻസിൻ്റെ പാൻറ് ഒന്ന് തിരിച്ചെടുക്കാം. ആ പാൻറ് തിരിച്ചു വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഈവൺ ആയിട്ട് തന്നെ നമ്മൾ ആ ഒരു തുണി ലെവൽ ചെയ്തെടുക്കണം. ആ ഒരു കീറിയ ഭാഗം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. അതിന് ശേഷം നമ്മളിവിടെ സൂചി, നൂല് അതിനൊക്കെ പകരമായിട്ട് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ആ ഒരു ജീൻസിനെ പോലെ തന്നെ ഒരു പഴയ ജീൻസിൻ്റെ ഒരു തുണിയാണ്, ഒരു പീസ് തുണിയാണ്. സെയിം കളറിനോട് മാച്ച് ആകുന്ന രീതിക്കുള്ള തുണിയാണ് നമുക്ക് ആവശ്യം. ഞാനിവിടെ ജീൻസ് ആയതുകൊണ്ട് ജീൻസിൻ്റെ ഒരു പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഓൺലൈനിലൊക്കെ വളരെയധികം വില കുറവായിട്ടുള്ള ഒരു സാധനമാണിത്, ഹെമ്മിങ് ടാപ്പ്. ഈ ഒരു ഹെമ്മിങ് ടാപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നല്ല ഒരു 100 കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. വളരെ വില കുറഞ്ഞ ഈ ഒരു ഹെമ്മിങ് ടാപ്പ് നമുക്ക് ഒരുപാട് കാര്യത്തിന് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇതെങ്ങനെയാണ് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ള ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ആ ഒരു കീറിയ ഭാഗത്തേക്കായിട്ട് ഹെമ്മിങ് ടാപ്പ് ആ ഒരു ലെവലിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് നമ്മളിവിടെ ഹെമ്മിങ് ടാപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കറക്റ്റായിട്ട് ആ ഒരു കീറിയ ഭാഗത്തിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. സെയിം ആ ഒരു അളവിൽ തന്നെ ഞാനൊരു 2 ലെയറും കൂടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ കട്ട് ചെയ്ത പോലെ തന്നെ 3 ലെയറായിട്ടാണ് നമ്മൾ ഈ ഒരു ഹെമ്മിങ് ടാപ്പ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറും കട്ട് ചെയ്ത് ആ സെയിം അളവിൽ തന്നെ നമുക്കതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മൂന്നാമത്തെ ലെയറും നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ജീൻസ് ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 3 ലെയർ ഹെമ്മിങ് ടാപ്പ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ സെയിം കളറിലുള്ള ജീൻസിൻ്റെ ഒരു പീസ് നമ്മൾ വെച്ച് കൊടുക്കണം. എന്നിട്ട് അയൺ ബോക്സ് ഒന്ന് ചൂടായതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എത്ര കട്ടിയുള്ള ജീൻസിൻ്റെ തുണിയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ആ ഒരു ഹെമ്മിങ് ടാപ്പ് ഒട്ടിപ്പിടിക്കുന്നതായിരിക്കും. സാധാരണഗതിയിൽ സൂചിയും നൂലൊക്കെ ഉപയോഗിച്ച് നമ്മൾ തുന്നിയെടുക്കുകയാണെങ്കിലും തയ്യൽ മെഷീനിൽ നമ്മൾ തയ്ച്ചെടുക്കുകയാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ വിസിബിളായിട്ട് ആ ഒരു അടയാളം, ആ ഒരു തയ്ച്ച അടയാളം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സ്റ്റിച്ച് ചെയ്ത അടയാളം നമുക്ക് കാണും. ഈ ഒരു രീതിയിൽ നമ്മൾ ഹെമ്മിങ് ടാപ്പ് ഉപയോഗിച്ച് ഹെം ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ജീൻസ് പാൻറ് ആ ഒരു കീറിയ ഭാഗം അവിടെ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അത് കീറിയിരുന്നോ എന്നുള്ളത് പോലും അറിയാത്ത രീതിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു
ഹെമ്മിങ് ടാപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതാ അയൺ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഹെമ്മിങ് ടാപ്പ് കീറിയ ഭാഗമായിട്ട് ഒട്ടിയിട്ടുണ്ടാകും. ജസ്റ്റ് ഒരു സെക്കൻഡ് മാത്രം നമ്മളൊന്ന് വിട്ടതിന് ശേഷം, അതായത് നമ്മൾ അയൺ ചെയ്ത ആ ഒരു ചൂട് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ജീൻസ് പാൻറ്റ് തിരിച്ച് നോക്കാവുന്നതാണ്. ഞാൻ ഒട്ടിച്ച ആ ഒരു ജീൻസിൻ്റെ ആ ഒരു കഷ്ണം ഞാൻ നിങ്ങൾക്ക് കൈകൊണ്ട് എടുത്ത് കാണിക്കാം. നല്ല രീതിയിൽ തന്നെ അത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു കീറിയ ഭാഗം ഒന്ന് തിരിച്ചിട്ട് നോക്കാം എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഒരു ഭാഗം ഒട്ടിയിട്ടുള്ളത് എന്നുള്ളത്. വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു കീറിയ ഭാഗം കാണാൻ വേണ്ടിയിട്ട് കഴിയുക. അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ജീൻസ് പാൻറ്റ് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ജീൻസ് പാൻറ്റിൽ മാത്രമല്ല, ഇതുപോലെ നമ്മുടെ വീട്ടിൽ ലെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ സാരിയുടെ അടിയൊക്കെ ഒന്ന് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളതാണെങ്കിലും, അല്ലെങ്കിൽ ഒരു തുണിയെ ഒന്ന് നമുക്ക് ഒരുപാട് ലെങ്ത്തുള്ള ഒരു തുണി നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ കൂടി നമുക്ക് ഹെമ്മിങ് ടാപ്പ് ഉപയോഗിച്ചിട്ട് സൂചി നൂലും ഒന്നുമില്ലാണ്ട് കൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ലെവലായിട്ട് നമുക്ക് എത്ര തുണി വേണമെങ്കിലും എത്ര ലെങ്ത്ത് വേണമെങ്കിലും നമുക്ക് മടക്കി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതും ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് ഇവിടെ കാണിക്കാം. അതിന് വേണ്ടിയിട്ട് മടക്കി അടിക്കേണ്ട അല്ലെങ്കിൽ മടക്കി ഒട്ടിക്കേണ്ട തുണി നമുക്ക് എടുക്കാം. ഇപ്പോൾ മടക്കി ഒട്ടിക്കേണ്ട തുണിയിൽ നമുക്ക് ഒരു ലെയർ മാത്രം നമുക്ക് വെച്ച് കൊടുത്താൽ മതിയാകും. ഒന്നിന് മുകളിൽ ഒന്ന് ലെയർ എന്നുള്ള രീതിക്ക് വെക്കേണ്ട ആവശ്യം ഇല്ല. എത്രത്തോളം ലെങ്ത്തിലാണ് നമ്മൾ മടക്കി ഒട്ടിക്കുന്നത് അത്രത്തോളം ലെങ്ത്തിൽ നമുക്ക് നമ്മുടെ ഹെമ്മിങ് ടാപ്പ് ആ ഒരു ഭാഗത്തേക്കായിട്ട് ഇതുപോലെ ഈവൺ ആയിട്ട് തന്നെ വെച്ച് കൊടുക്കാം. അന്നതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് എത്രത്തോളമാണ് മടക്കി നമുക്ക് ഒട്ടിക്കാനുള്ളത് ആ ഒരു ഭാഗം ഈവൺ ആയിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക കറക്റ്റായിട്ട്. കാരണം നമ്മൾ മടക്കി അത് വൺസ് നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഹെമ്മിങ് ടാപ്പ് വെച്ച് കൊടുത്ത് ലെവലാക്കിയിട്ട് അത് മടക്കിയതിന് ശേഷം വേണം അത് ക്ലിയറായിട്ട് നമ്മൾ ആ ഒരു ലെവലായിട്ട് മടക്കിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അയൺ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ അയൺ ചെയ്ത ആ ഒരു സ്പോട്ടിൽ തന്നെ നല്ല രീതിയിൽ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഈവൺ ആയിട്ട് ഇതുപോലെ നമുക്ക് ഹെമ്മിങ് ടാപ്പ് നമുക്ക് എത്രത്തോളമാണ് മടക്കി വെക്കാനുള്ളത് ആ ഒരു ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അയൺ ബോക്സ് നമ്മുടെ തുണിക്ക് എത്രത്തോളം ചൂടാണ് ആവശ്യമുള്ളത് ആ ഒരു കറക്റ്റ് അളവിൽ വേണം അയൺ ബോക്സ് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അന്നതിന് ശേഷം നമുക്ക് ഇതുപോലൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്രത്തോളം ലെങ്ത്തുള്ള തുണിയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്കിതുപോലെ മടക്കി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എത്രത്തോളം നിങ്ങൾ അലക്കിയാലും നമ്മൾ ആ ഒരു ഒട്ടിച്ച ഭാഗം അഴിഞ്ഞു വരികയില്ല. ആ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഒരുപാട് തവണ തന്നെ നിങ്ങൾക്ക് ഈ ഒരു തുണി അലക്കി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ഒരു മടക്കിയ ഭാഗം ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ലെങ്ത്ത് കുറയ്ക്കാനും സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഭാഗം നോക്കി ഒട്ടി കിട്ടിയിട്ടുണ്ട്. എത്രത്തോളം ലെങ്ത്തിലാണോ നമുക്കത് ഒട്ടിക്കാനുള്ളത് അത്രത്തോളം ലെങ്ത്തിൽ കെയർഫുള്ളായിട്ട് വെച്ചിട്ട് നമ്മൾ മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ കീറിയ തുണിയാണെങ്കിലും തുണിയൊന്ന് മടക്കി തയ്ക്കണം എന്നുള്ളവരൊക്കെ ആണെങ്കിലും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് കൊണ്ട് നമുക്ക് ജോലി തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഇതുപോലുള്ള സ്കൂൾ യൂണിഫോം ഷർട്ടൊക്കെ ഒന്ന് കീറിക്കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് ഒരു പിന്നൽ പോലെ, അതായത് ഞാൻ അയലിൽ നിന്നും ഈ ഒരു ഷർട്ട് എടുക്കുന്ന സമയത്ത് എനിക്കൊരു പിന്നൽ പോലെ ആയതാണ്. ഈ ഒരു ഷർട്ട് നമുക്കിനി വലിച്ചെറിയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ഷർട്ട് വാങ്ങിക്കുന്നത് നമുക്ക് പാഴ്ചെലവാണ്. അതിന് പകരമായിട്ട് ഓൺലൈനിൽ നമുക്ക് വളരെ തുച്ഛ വിലയിൽ കിട്ടുന്ന ഈ ഒരു ഹെമ്മിങ് ടാപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഷർട്ട് ആ ഒരു കീറിയ ഭാഗം അറിയാണ്ട് കൊണ്ട് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ആ ഒരു കീറിയ ഭാഗത്തേക്കായിട്ട് നമ്മുടെ ഹെമ്മിങ് ടാപ്പ് നമുക്ക് ലെവൽ ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ലെയറായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. നമ്മൾ ഒരുപാട് തവണ വാഷ് ചെയ്താലും നമുക്ക് ആ ഒരു ഒട്ടിയ ഭാഗം നാശമായി പോവുകയില്ല, അതായത് അഴിഞ്ഞു വരികയുമില്ല. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ 2 ലെയർ ഹെമ്മിങ് ടാപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ ഒരു സെയിം വൈറ്റ് കളറിലുള്ള പീസ് തുണിയാണ്. അപ്പോൾ ഇതാ ആ ഒരു വൈറ്റ് കളറിലുള്ള പീസിൻ്റെ തുണിയും എടുത്തിട്ടുണ്ട്, അതായത് തുണിയുടെ പീസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അയൺ ബോക്സ് ചൂടാക്കിയിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുത്താൽ മതിയാകും. എത്ര കീറിയ തുണിയാണെങ്കിലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് കീറിയ തുണിയാണെങ്കിലും അതറിയാത്ത പോലെ നമുക്ക് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരൊറ്റ ഹെമ്മിങ് ടാപ്പ് നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ എമർജൻസി ആയിട്ട് ഇതുപോലെ കീറിയ തുണികളാണെങ്കിലും ഒന്ന് ലെങ്ത്ത് ഒന്ന് കുറയ്ക്കാനുള്ള തുണികളാണെങ്കിലും മടക്കി അടിക്കേണ്ട തുണികളാണെങ്കിലും നമുക്ക് തയ്യൽ മെഷീനോ അതുപോലെ സൂചി നൂലും ഒന്നുമില്ലാണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള ഒരു ടിപ്പ് കൂടിയാണ് ഇത്. ഉറപ്പായിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതാ ഒരു വെള്ളത്തുണി നല്ല രീതിയിൽ തന്നെ ഷർട്ടുമായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി ആ ഷർട്ടും ഞാൻ നിങ്ങൾക്ക് തിരിച്ചു കാണിക്കാം. ആ ഒരു കീറിയ ഭാഗം കാണാണ്ട് കൊണ്ട് നമുക്കിത് ഒട്ടിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ. മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.